ഭക്തിയും വിശ്വാസവും ഐതിഹ്യവും ഇഴചേർന്ന അനുഷ്ഠാന കലാരൂപമായ ഐവർ കളി കോട്ടയം മേജർ കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിൽ അരങ്ങേറി. അപൂർവമായി അരങ്ങേറുന്ന ഈ ഐവർ കളി അവതരണം കാണാൻ നിരവധി ഭക്തരാണ് എത്തിയത്. പഞ്ചപാണ്ഡവരുടെ കളിയെന്നാണ് ഐവർ കളിയെ പറയുന്നത്. കാളീഭക്തനായ കർണനെ പാണ്ഡവർ വധിച്ചതറിഞ്ഞ് രൗദ്രവേഷം പൂണ്ട ഭദ്രകാളിയെ തൃപ്തിപ്പെടുത്താൻ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ അനുഷ്ഠാനമെന്ന് ഐതിഹ്യം. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് നാട്ടിലേക്ക് ദേവിക്കുകയും അതിനായി അനുഗ്രഹം ഉണ്ടായിരിക്കുകയും പ്രബലം പ്രാപിക്കുകയും ചെയ്യുകയാണ് ഐവറുകളി. ആ പഞ്ചപാണ്ഡവന്മാർ കൂടി കളിക്കുന്നത് കലാരൂപമാണ് ഐവറുകളി. ആ കലാരൂപം ഇന്ന് ആദിവാസി വിഭാഗക്കാരത് തലമുറകളായിട്ട് ഇങ്ങനെ കൊണ്ടിരിക്കും. അതിന്നിപ്പം പല മേഖലകളിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ നാടിന് സൽകീർത്തി ഉണ്ടാകാനും സമ്പത്തും ദീർഘങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ആ കളികളിൽ പല ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ച് പോരുന്നുണ്ട്. അത് ഉള്ള ദുരിതങ്ങളൊക്കെ ഇല്ലാണ്ടായി. ഭഗവതി ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഐവറുകളി. കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഐവർ കളി നടക്കുന്നത്. കോട്ടയം മേജർ കൊടുങ്ങൂർ ക്ഷേത്രത്തിൽ പ്രാചീനകാലം മുതൽ ഐവർ കളി നടന്നിരുന്നു. ഇടയ്ക്ക് നിന്നുപോയിരുന്നുവെങ്കിലും പ്രൗഢിയോടെ കളിത്തട്ട് ഇന്നും സംരക്ഷിച്ചു പോരുന്നു. മുണ്ടക്കയും അയ്യപ്പദാസും സംഘവുമാണ് കളിത്തട്ടിനെ സാക്ഷിയാക്കി നടപ്പന്തലിൽ ഐവർ കളി നടത്തിയത്. നിരവധി ഭക്തരായിരുന്നു ഐവർ കളി കാണാൻ എത്തിയത്. ജനം, കോട്ടയം.